വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ രോഹിത് തൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തതൊക്കെ സുസ്മിതയെ കേൾപ്പിക്കുകയാണ്. അന്നേരം സുസ്മിത തെല്ലൊന്ന് ഭയപ്പെടുന്നുണ്ട്. എന്നിട്ട് ഇത് ചതിയാണ് എന്നൊക്കെ സുസ്മിത പറയുകയാണ്. അത് ഡിലീറ്റ് ചെയ്യാനും ഫോൺ പിടിച്ചു വാങ്ങാനും ഒക്കെ സുസ്മിത പറയുന്നുണ്ട്. അന്നേരം ചതിയോ, ഇതൊക്കെ നീ പറഞ്ഞതല്ലേ, ആദ്യം ഇത് സത്യാമ്മ കേൾക്കട്ടെ, പിന്നീട് തീരുമാനിക്കാം ഇത് ഡിലീറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന്. തുടർന്ന് നമ്മൾ തമ്മിലുള്ള സ്നേഹമെങ്കിലും കണക്കിലെടുത്ത് അത് ഒന്ന് ഡിലീറ്റ് ചെയ്യ് രോഹിത് എന്ന് മയത്തോടു കൂടി സുസ്മിത പറയുന്നുണ്ട്. ആഹാ, നീ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ടോ, എങ്കിൽ കല്യാണത്തിന് സമ്മതിച്ചേക്ക്, അപ്പോൾ പ്രശ്നം തീർന്നല്ലോ എന്ന് രോഹിത് പറയുകയാണ്. അന്നേരം എനിക്ക് അല്പം സമയം വേണം എന്ന് സുസ്മിത ആവശ്യപ്പെടുകയാണ്. തരാമല്ലോ, നീ എനിക്ക് അനുവദിച്ച ഒരു രാത്രിയല്ല 2 രാത്രി നിനക്ക് ഞാൻ സമയം തരാം എന്ന് പറയുകയാണ്. തുടർന്ന് കയറടി അങ്ങോട്ട് കാറിലെന്ന് പറഞ്ഞിട്ട് രോഹിത് കാറിനകത്തേക്ക് കയറിയിട്ട് വണ്ടി എടുക്കാനായിട്ട് തയ്യാറാകുന്നുണ്ട്. അന്നേരം സുസ്മിത കയറാതെ എന്തോ ആലോചിച്ച് നിൽക്കുമ്പോൾ ഇങ്ങോട്ട് കയറാനല്ലേ ഡി പറഞ്ഞതെന്നും പറഞ്ഞ് രോഹിത് വീണ്ടും ദേഷ്യപ്പെടുകയാണ്. തുടർന്ന് എന്തോ ആലോചിച്ചുകൊണ്ട് സുസ്മിത കാറിനകത്തേക്ക് കയറുന്നുണ്ട്. തുടർന്ന് വണ്ടിയിലിരുന്ന് രോഹിത് പറയുന്നുണ്ട്, വീട്ടിൽ കെട്ടിയിട്ട ഒരു പട്ടിയല്ല ഈ ഡ്രൈവർ എന്ന് പറയുന്നത്, വളയം പിടിക്കുന്ന ഈ കൈകളാണ്, നിന്റെ ജീവിതം ഇപ്പോൾ എങ്ങോട്ടാണെന്നും തീരുമാനിക്കേണ്ടത് ഞാൻ തന്നെയാണ് എന്നൊക്കെ രോഹിത് പറയുമ്പോഴും ആ ഫോണിലുള്ളത് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് സുസ്മിത. തുടർന്ന് വീട്ടിലെത്തിയ ശേഷം കാറിൽ നിന്ന് ഇറങ്ങുന്ന സുസ്മിതയോട്, ഞാൻ നിനക്ക് 2 ദിവസം സമയം തന്നിട്ടുണ്ട്, അതിനുള്ളിൽ ആലോചിച്ച് ഒരു തീരുമാനം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ 2-ാം ദിവസം സത്യമ്മയ്ക്ക് എത്തുന്ന ഗുഡ് മോർണിംഗ് മെസ്സേജ് ഈ റെക്കോർഡ് ആയിരിക്കും എന്ന് പറഞ്ഞ് അങ്ങ് ചിരിക്കുകയാണ് രോഹിത്. അന്നേരം ഞാൻ ഇല്ല, വേണ്ട, ഞാൻ ആലോചിച്ച് തീരുമാനം പറഞ്ഞോളാം എന്ന് സുസ്മിത ആകെ ഭയപ്പാടോടുകൂടി പറയുന്നുണ്ട്. തുടർന്ന് സുസ്മിത അകത്തേക്ക് കയറുമ്പോൾ മോളെന്താ വൈകിയത്, മുഖം എന്താ വല്ലാതിരിക്കുന്നത് എന്നൊക്കെ സത്യഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആൻറ്റിക്ക് വെറുതെ തോന്നുന്നതാണ് എന്ന് സുസ്മിത പറയുകയാണ്. അല്ല, മോള് വൈകിയപ്പോൾ ഞാനൊന്ന് പേടിച്ചു, പരിചയമില്ലാത്ത പുതിയ ഡ്രൈവറിൻ്റെ കൂടെ അല്ലേ പോയിരിക്കുന്നതെന്ന്. അന്നേരം ചിരിച്ചുകൊണ്ട് സുസ്മിത പറയുന്നുണ്ട്, രോഹിതോ വളരെ നല്ല ആളാണ്, അനാവശ്യമായിട്ടൊരു നോട്ടമോ സംസാരമോ ഒന്നുമില്ല എന്ന് സുസ്മിത പറയുന്നുണ്ട്. ഇതൊക്കെ രോഹിത് പുറത്തുനിന്ന് കേൾക്കുകയാണ്. അന്നേരം സത്യഭാമ മറുപടി പറയുകയാണ്, അത്ര പാവമാകാനും പാടില്ല, അതുകൊണ്ടല്ല പെണ്ണ് അവനെ ചതിച്ചിട്ട് പോയത്, അവളെ എൻ്റെ കയ്യിൽ കിട്ടട്ടെ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് സത്യഭാമ അങ്ങ് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് സുസ്മിത ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ ആ ഫോൺ ഇങ്ങനെ കറക്കി കാണിക്കുകയാണ് രോഹിത്. തുടർന്ന് സുസ്മിതയും അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അന്ന് ശാരദാമ്മയുടെ ഹോസ്പിറ്റലിൽ വെച്ച് കാശ് ചോദിച്ച ആ സ്ത്രീ, അവർ വളരെ ആക്രാന്തത്തോടു കൂടിയാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. 2-3 കുറ്റിപ്പുട്ടും അതിൻ്റെ മുകളിൽ പപ്പടവും കടലക്കറിയും ഒക്കെ ഇന്ന് ആക്രാന്തത്തോടു കൂടി അങ്ങ് വലിച്ചു വാരി ഭക്ഷണം കഴിക്കുകയാണ്. തുടർന്ന് അടുത്തിരിക്കുന്നവരും ഒക്കെ അവരെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് ഭക്ഷണം അങ്ങ് നെറുകയിൽ കയറി ചുമയ്ക്കുമ്പോൾ രാജി വന്ന് വെള്ളം കുടിക്കാനായിട്ട് പറയുന്നുണ്ട്. അന്നേരം വേണ്ടാന്ന് പറഞ്ഞ് വീണ്ടും പുട്ടങ്ങ് വാരി കഴിക്കുകയാണ്. തുടർന്ന് ശാന്തയോട് ചെന്ന് രാജി പറയുന്നുണ്ട്, ജനിച്ചതിന് ശേഷം ഇവർ ആദ്യമായിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് തോന്നുന്നു, ഇങ്ങനെയുണ്ടോ ഒരു ആക്രാന്തം, പുട്ട് തൊണ്ടയിൽ കുടുങ്ങി ചാവുമെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് രാജി ദേഷ്യത്തോടെ ശാന്തയോട് സംസാരിക്കുകയാണ്. അന്നേരം അങ്ങനെയൊന്നും പറയല്ലേ, അവരുടെ ഭക്ഷണ രീതി ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ശാന്ത പറയുകയാണ്. തുടർന്ന് ഇനി പുട്ടുണ്ടോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. അന്നേരം ഇല്ല, തീർന്നു എന്ന് രാജി പറയുകയാണ്. തുടർന്ന് ശാന്ത ഉണ്ടെങ്കിൽ കൊടുക്കുക, ആദ്യം വിശക്കുന്നവന് ആഹാരം എന്നല്ലേ ശാരദാമ്മ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുകയാണ്. അന്നേരം ശാരദാമ്മ ഈ സാധനത്തിനെ കണ്ടിട്ടില്ലല്ലോ, കണ്ടെങ്കിൽ പറഞ്ഞതൊക്കെ തിരുത്തിയേനെ, നമ്മൾ 25 കുറ്റി പുട്ടല്ലേ ആവശ്യമുള്ളൂ, ഇനി പതിവുകാർ വന്നാലും അവർക്ക് കൊടുക്കാൻ ഇഡ്ഡലിയേ ഉള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം അത് കേട്ടിട്ട് അവർ ഇഡ്ഡലി ആയാലും മതി തന്നോളൂ എന്ന് പറയുകയാണ്. തുടർന്ന് കൊടുക്കുന്ന ശാന്ത പറയുമ്പോൾ ഇഷ്ടമില്ലാതെ അവർക്ക് ഇഡ്ഡലി ഉണ്ടോ എന്ന് കൊടുക്കുകയാണ് രാജി. ഇഡ്ഡലി ഇടുമ്പോൾ ഒരുപാട് ഇട്ടോ മോളെ, ഞാൻ എപ്പോഴും വിളിക്കണ്ടല്ലോ എന്ന് പറയുകയാണ്. തുടർന്ന് ഒരുപാട് ഇഡ്ഡലി രാജി കൊടുക്കുന്നുണ്ട്. തുടർന്ന് സാമ്പാർ ഒഴിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറയുകയാണ്. അന്നേരം ഇതെന്താ, ഇഡ്ഡലി മൊത്തത്തിൽ വിഴുങ്ങാനാണോ ഇവരുടെ പ്ലാൻ എന്ന് രാജി ചിന്തിക്കുകയാണ്. തുടർന്ന് അവർ പറയുന്നുണ്ട്, ഇഡ്ഡലിയും സാമ്പാറും ഒക്കെയാണ് രുചി, പക്ഷേ ചട്നി ഒഴിച്ച് കഴിച്ചാൽ ഒരുപാട് കഴിക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. തുടർന്ന് അടുത്തിരിക്കുന്ന ശങ്കരേട്ടനൊക്കെ ആകെ അന്തം വിട്ട് അവർ കഴിക്കുന്നത് അങ്ങ് നോക്കിയിരിക്കുകയാണ്. തുടർന്ന് രാജി ചെന്ന് ശാന്തയോട് പറയുന്നുണ്ട്, പരമാവധി ഭക്ഷണം എങ്ങനെ കഴിക്കാം എന്നതിനെക്കുറിച്ച് ആ അമ്മച്ചി എനിക്കൊരു ക്ലാസ് എടുക്കുകയായിരുന്നു, ആ ഇഡ്ഡലി മുഴുവൻ ഇന്ന് ആ തീറ്റപ്പിശാച് കഴിച്ചു തീർക്കും എന്നൊക്കെ ശാന്തയോട് രാജി ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം കഴിക്കട്ടെ, വിശക്കുന്നുണ്ടല്ലേ, കഴിക്കട്ടെ എന്ന് ശാന്തയും പറയുകയാണ്.
ഇതേസമയം ശ്യാമ റൂമിൽ ആകെ വെപ്രാളത്തോടും പരവേശത്തോടും കൂടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. തുടർന്ന് ശാരദാമ്മ ചെന്ന് എന്താ മോളേന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതൊക്കെ ഉള്ളിലൊതുക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ചിരിച്ചു കാണിക്കുകയാണ്. അന്നേരം ഒന്നുമില്ലല്ലോ, കുറച്ച് ദിവസമായി മോള് ഞങ്ങളെ വിഷമിപ്പിച്ചു, എല്ലാം ഒന്ന് നേരെയായല്ലോ, സമാധാനമായി എന്ന് പറഞ്ഞ് ശ്യാമയെ ചേർത്ത് പിടിക്കുകയാണ് ശാരദാമ്മ. മോൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമല്ലോ, ഞാനൊന്ന് ഹോട്ടലിലേക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ അങ്ങ് പോകുന്നുണ്ട്. പക്ഷെ ശാരദാമ്മ പോയ ശേഷം വീണ്ടും അങ്ങ് ടെൻഷനാവുകയും ഉമിനീര് വറ്റുന്നത് പോലെയും തല ഉറങ്ങുന്നത് പോലെയും ഒക്കെ തോന്നി ശ്യാമ അങ്ങ് കട്ടിലേക്ക് ഇരിക്കുകയാണ്. ഇതേസമയം ഹോട്ടലിൽ രാവിലെ ഉണ്ടാക്കിയ കാപ്പി മുഴുവൻ ആ സ്ത്രീ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞു. തുടർന്ന് വേറൊരാൾ വന്ന് ചൂട് ഇഡ്ഡലി പോന്നോട്ടെ എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് രാജി പറയുന്നുണ്ട്. തുടർന്നെങ്കിൽ പുട്ടും കടലയും പോന്നോട്ടെ എന്ന് പറയുകയാണ്. അതും ഇല്ല എന്ന് രാജി പറയുമ്പോൾ താഴും താക്കോലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഒന്ന് മനസ്സിലാകാതെ എന്തിനാന്ന് ചോദിക്കുമ്പോൾ എങ്കിൽ പിന്നെ ഇതായി കടയങ്ങ് പൂട്ടിക്കൂടെ എന്ന് പറഞ്ഞിട്ട് അയാളങ്ങ് ദേഷ്യപ്പെട്ട് പോവുകയാണ്. തുടർന്ന് രാജിയും ശാന്തയും അങ്ങ് അകത്തേക്ക് എന്തോ എടുക്കാനായിട്ട് പോകുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അവർ വെപ്രാളപ്പെട്ട് കൈ കഴുകിയിട്ട് സാരിത്തുമ്പും തലയിലിട്ട് കടയിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് ഇറങ്ങി പോവുകയാണ്. തുടർന്ന് തിരികെ വന്ന രാജി ആ അമ്മച്ചി എവിടെയെന്ന് ശങ്കരേട്ടനോട് ചോദിക്കുമ്പോൾ കൈ കഴുകിയതേ എങ്ങോട്ട് ഇറങ്ങിയെന്ന് പറയുന്നുണ്ട്. തുടർന്ന് മുറ്റത്തേക്ക് പെട്ടെന്ന് നടന്നു പോകുന്ന അവർ രാജിയും ശാന്തയും കൂടി ഓടിച്ചിട്ട് പിടിക്കുകയാണ്. കാശ് തന്നിട്ട് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. അന്നേരം എൻ്റെ കയ്യിൽ കാശില്ല എന്ന് അവർ പറയുകയാണ്. കാശില്ലെങ്കിൽ പിന്നെ എന്തിനാ ഭക്ഷണം കഴിച്ചത്, മറ്റുള്ളവരുടെ പൈസയിൽ എന്തിനാ ഇങ്ങനെ തിന്നു മുടിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് രാജി വഴക്ക് പറയുന്നുണ്ട് അവരെ. ഈ സമയത്താണ് മുറ്റത്തെ ബഹളമൊക്കെ കേട്ട് ശാരദാമ്മ അങ്ങോട്ട് വരുന്നത്. അന്നേരം രാജി കാര്യം പറയുമ്പോഴാണ് അവരുടെ മുഖം ശാരദാമ്മ ശ്രദ്ധിക്കുന്നത്. തുടർന്ന് നിങ്ങളോ എന്ന് ചോദിക്കുമ്പോൾ അപമാനിക്കരുത്, ഞാൻ നിങ്ങളുടെ കടം വീട്ടിക്കോളാം, അരിയോ ഉഴുന്നോ ഒക്കെ ആട്ടിയിട്ടെന്നും പറഞ്ഞ് തൊഴുത് ശാരദാമ്മയുടെ മുന്നിൽ അവർ നിൽക്കുന്നുണ്ട്. അന്നേരം രാജി പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ളത് അവരിവിടെ ഇരുന്ന് ആട്ടണമെന്ന്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട് ശരി, സാരമില്ല, നിങ്ങൾ പൊയ്ക്കോളൂ എന്നും പറഞ്ഞ് അവരെ അങ്ങ് ശാരദാമ്മ പറഞ്ഞു വിട്ടിട്ട് രാജിയോട് പറയുന്നുണ്ട് ഭക്ഷണം കഴിച്ചതിന് ഇങ്ങനെ കണക്ക് പറയരുതെന്ന്. അന്നേരം ശാന്ത പറയുകയാണ് രാജി പറഞ്ഞത് ശരി തന്നെയാണ്, അവർ ശുദ്ധ തട്ടിപ്പാണെന്നാണ് തോന്നുന്നതെന്ന്. അന്നേരം മനസാക്ഷിയെ വരെ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും, പക്ഷേ വിശക്കുന്ന വയറിനെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കില്ല, അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്തത് എന്ന് ശാരദാമ്മ അവർ രണ്ടുപേരോട് കൂടിയായി പറയുകയാണ്. തുടർന്ന് ക്യാഷ് കൗണ്ടറിലിരുന്ന് പൈസയൊക്കെ വാങ്ങിക്കുമ്പോഴും ശാരദാമ്മ അന്ന് ശ്യാമയെ പരിശോധിച്ച ശേഷം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. ഒരാഴ്ച ആരും അടുത്ത് ചെല്ലാതെയും നമ്മൾ കണ്ണിമ ചെല്ലാതെ കൂട്ടിരിക്കണം, പല വിഭ്രാന്തികളും അവർ കാണിച്ചെന്നിരിക്കും, ഒരു ആത്മഹത്യക്ക് വരെ ശ്രമിച്ചെന്നിരിക്കും എന്ന് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശാരദാമ്മ തെല്ലെന്ന് ആലോചിച്ച് പരിഭ്രമിക്കുന്നുണ്ട്. ഇതേസമയം സത്യഭാമയുടെ വീട്ടിൽ ആ ഓഡിയോ ക്ലിപ്പ് രോഹിത് വിഷ്ണുവിനെയും ശാലിനിയെയും കേൾപ്പിക്കുകയാണ്. അന്നേരം അത് കേട്ട ശേഷം വിഷ്ണു പറയുന്നുണ്ട് 2 ദിവസമൊന്നും കാത്തിരിക്കേണ്ട, ഇതിപ്പോൾ തന്നെ നമുക്ക് അമ്മയെ കേൾപ്പിക്കാം, അല്ലെങ്കിൽ ഇതിനെ മറികടക്കാനായിട്ട് അവൾ വേറെ എന്തെങ്കിലും തന്ത്രം ഇനി കണ്ടുപിടിക്കുമെന്ന്. അന്നേരം ശാലിനി പറയുന്നുണ്ട് വേണ്ട വിഷ്ണു ഏട്ടാ, അവൾ ചിലപ്പോൾ പറയും ഇതിനി അവളുടെ ശബ്ദം അനുകരിച്ചതാവും എന്നൊക്കെ പറയും, പക്ഷേ അത് വേണ്ട, ഈ തെളിവുകൾ മാത്രം പോരാ, കുറച്ചുകൂടി തെളിവുകൾ വേണം എന്ന് ശാലിനി പറയുകയാണ്. അന്നേരം വിഷ്ണു പറയുകയാണ് അത് ശരി തന്നെയാണ് ബ്രോ, ഈ ഓഡിയോ എടുത്ത സമയത്ത് വീഡിയോ എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്ന്. അന്നേരം അപ്പോൾ അതൊന്നും ഓർത്തില്ല, ഓഡിയോ എടുക്കാനേ പറ്റുള്ളൂ എന്ന് രോഹിത് പറയുകയാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നുണ്ട് സുസ്മിതയുടെ ഉള്ളിൽ നമ്മൾ എന്തായാലും ഒരു ഭയത്തിൻ്റെ വിത്ത് പാകിയിട്ടുണ്ടല്ലോ, അതിന് വെള്ളവും വളവും ഒഴിച്ച് വളർത്തിയാൽ മാത്രം മതി, അത് താനേ വളർന്നോളും എന്ന് ശാലിനി പറയുന്നുണ്ട്. ഇതേസമയം ശ്യാമ റൂമിലിരുന്ന് അങ്ങ് മുടിക്ക് ചുറ്റി പിടിക്കുകയും കഴുത്തിന് ഞെക്കി പിടിക്കുകയും ആകെ ഒരു വെപ്രാളത്തോടു കൂടി കണ്ണിങ്ങനെ പുറത്തേക്ക് തള്ളുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊന്നും അറിയാതെ ശാരദാമ്മ അങ്ങ് ഉമ്മറത്തിരുന്ന് വിളക്ക് തുടയ്ക്കുകയാണ്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.